ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിന്നീട് കൺമണിയും കൃഷും നല്ല സന്തോഷത്തിലാട്ടോ. ഏകദേശം വിവാഹത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി എന്തായാലും ഇവരുടെ വിവാഹം നടക്കുന്നുള്ളത് ഇവർക്കും തന്നെ ഉറപ്പായിട്ടോ. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് കൃഷും കൺമണിയും കണ്ടുമുട്ടുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ തന്നെ സുമിത്രയെ കാണാൻ തന്നെ മാനസ ചെല്ലുന്നുണ്ട്. എന്തായാലും ഞാൻ ചെയ്തിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ നീ ഒരു കാര്യം നീ മനസ്സിലാക്കണം മാനസേ, എല്ലാത്തിൻ്റെ ഇടയിൽ നീ ഒരാളെ സൂക്ഷിക്കണം. കാരണം നീ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല അയാളെ കൈകാര്യം ചെയ്യാനെന്ന് പറയുമ്പോൾ അതാരെയാണെന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ മകൾ ഭാഗ്യശ്രീയാണ്. അവൾ ബലരാമിൻ്റെ ചുറ്റും അതുപോലെ കൺമണിയുടെ ചുറ്റും ചുറ്റി പറന്നുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അവളെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചടി കിട്ടും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്തായാലും. പിന്നെ ബലരാമൻ നീ സ്നേഹിച്ചാൽ അവൻ നിൻ്റെ അടിമയെ പോലെ തന്നെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ എനിക്കൊരു അടിമയെ തന്നെയാണ് വേണ്ടത്. എനിക്ക് കൃഷ്ണരാജാവിനെയും കൺമണി റാണിയും ഒന്ന് പൂട്ടാനുള്ളതാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, ഹോസ്പിറ്റലിൽ പോയിട്ട് ബലരാമിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് അവൻ്റെ സ്നേഹം വാങ്ങിക്കൂട്ടാനായിട്ട് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നു. പിന്നീടും ഓഫീസിൽ വെച്ച് തന്നെ കൺമണി ശ്രീദേവിനെ അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തെറ്റുകൾ ചെയ്ത ശ്രീദേവിക്ക് ഇനി ശിക്ഷ കൺമണി തന്നെ കൊടുക്കണം. അതിന് വേണ്ടി നന്നായിട്ട് അങ്ങ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും മാനസ വരുന്നതായിട്ട് കാണിക്കുന്നു കേട്ടോ. അങ്ങനെ ബലരാമൻ പറയുന്നുണ്ട്, താൻ എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അപ്പോൾ ഓടി എത്തുന്നുണ്ടോ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സഹായം എന്ന രീതിയിൽ തന്നെ താൻ എത്തുന്നുണ്ടല്ലോ. എനിക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട്, എനിക്കും ഒരാളുണ്ടല്ലോ എന്ന രീതിയിൽ. എന്തായാലും ഞാൻ അത്രയൊന്നും വിചാരിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. കാരണം നിങ്ങളൊരു പാവമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പോയപ്പോൾ ഒന്ന് കയറട്ടെ എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ മനസ്സും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണല്ലേ എന്ന രീതിയിലൊക്കെ ബലരാമൻ മാനസിയോട് സംസാരിക്കുന്നു കേട്ടോ. എന്തായാലും മാനസിയും ബലരാമനുമായിട്ടുള്ള കല്യാണം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ കഴിയുന്നത്. എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം കേട്ടോ.